പ്രിയമുള്ളവരെ, അഴിമതിയും അക്രമവും ഹിംസയും നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അഹിംസയുടെ വക്താവായ മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ നാടകം രൂപം കൊള്ളുന്നത്. ഈ 2013 ആണ്ടിൽ ഒരു ഇന്ത്യൻ ജയിലിൽ മഹാത്മാഗാന്ധിയുടെ സന്ദർശനമാണ് ഇതിൻ്റെ ദീർഘം. കേവലം 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ചെറുനാടകം ക്ഷമയോടുകൂടി നിങ്ങൾ വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റിപ്രോട്രോണിക്സിന്റെ 20ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു മഹാത്മാവ് വീണ്ടും വരുമ്പോൾ. അങ്ങ് മരിച്ചതല്ലേ? 1948 ജനുവരി 30 അങ്ങ് കൊല ചെയ്യപ്പെട്ടതല്ലേ? അതെ, നാഥുറാം വിനായക ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് 65 വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് മരിച്ചതാണ്. അന്നിപ്പോൾ ഇവിടെ മനസ്സിലാകുന്നു. ഞാനൊരു മണ്ടനാണ്. ഞാൻ സ്വപ്നം കാണുകയായിരിക്കും. എനിക്ക് പാതിച്ചു സഹോദരൻ, ഇത് സ്വപ്നം. താങ്കൾ ഞാൻ മോഹൻദാസ് കരംചന്ദ് 65 വർഷങ്ങൾക്ക് മുൻപ് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച നിങ്ങളുടെ രാഷ്ട്രപിതാവ്, താങ്കളുടെ മഹാത്മാ. അതില്ല, മരിച്ചതല്ലേ? ജീവനോട് പ്രത്യക്ഷപ്പെടുന്നു. മഹാത്മാക്കളുടെ മരണം എന്റെ ഭൗതികമായ ശരീരമേ ഇല്ലാതായിട്ടുള്ളൂ. എന്റെ ആത്മാവും ആദർശങ്ങളും
ഭാരതത്തിലെയും വിദേശങ്ങളിലെയും ജനകോടികളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ജയിലുകളിൽ അനേക നാൾ കിടന്നിട്ടുണ്ടെന്നറിയാം. ഇപ്പോൾ ഈ 2013 ഈ ഇന്ത്യൻ ജയിൽ സന്ദർശിക്കാൻ എന്താണാവോ കാരണം? 1948 മരണപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് ഞാൻ ഭാരതത്തിൽ എത്തിച്ചത്. ഭാരതം സ്വതന്ത്രമായി 6 ദശാബ്ദങ്ങൾക്ക് ശേഷം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് കണ്ടറിയാനോ തൊട്ടറിയാനോ അമിതമായ ആഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ആദ്യ സന്ദർശനം ജയിലുകളിൽ തന്നെ ആകാമില്ല. ഒരു രാജ്യത്തിന്റെ ഭരണമികവും സന്തുഷ്ടവും സംതൃപ്തവുമായ ജനജീവിതവും മനസ്സിലാക്കുവാൻ ആ രാജ്യം മുഴുവൻ നടന്നു കാണേണ്ട, പകരം അവിടുത്തെ ജയിലറകൾ സന്ദർശിച്ചു. സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ധീര ദേശാഭിമാനികളാലും നിറഞ്ഞിരുന്നു ഈ ജയിലറകളിൽ ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയാം. ഉണ്ടെങ്കിൽ അവരാരാണെന്ന് മഹാത്മാവേ, ഈ ജയിലിലെ സെല്ലുകൾ മുഴുവൻ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അഗ്നിയുടെ കാലത്തെ പോലെ അവർ ധീരദേശാഭിമാനികളോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളോ അല്ല. പിന്നെ അഴിമതിയും അക്രമവും തീവ്രവാദ പ്രവർത്തനങ്ങളും കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും മറ്റനവധി നീചപ്രവൃത്തികളും ചെയ്ത് ശിക്ഷ അനുഭവിക്കുന്നവരാണില്ലേ? ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? സ്വതന്ത്ര ഭാരതത്തിൽ അഴിമതിയും അക്രമവും പീഡനവുമോ? അതെ മഹാത്മാവേ, അതെ. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ 2G സ്പെക്ട്രം ഇടപാടിൽ 1.25 ലക്ഷം കോടി രൂപയുടെ കോഴ വാങ്ങി ആ മുൻ മന്ത്രി പോലും, മുൻ കേന്ദ്രമന്ത്രി, അവൻ പോലും ഈ ജയിലിലുണ്ട്. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ഭീകരാക്രമണം നടത്തി പാകിസ്ഥാൻ പൗരന്മാരിൽ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തി ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനൊടുക്കിയ തീവ്രവാദികളുണ്ട് ഈ ജയിലിൽ. ട്രെയിൻ യാത്ര ചെയ്തിരുന്ന യുവതി, ബലാത്സംഗം ചെയ്തു കൊന്ന കാമഭ്രാന്തനും, നൂറുകണക്കിന് ട്രെയിൻ യാത്രക്കാരെ ഒന്നടങ്കം ചുട്ടുകരിച്ച മതഭ്രാന്തന്മാരും കോഴ വാങ്ങി രാജ്യ പുരോഗതിയുടെ നട്ടലൊടിച്ച ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതാക്കളും ഊരാശികളുണ്ട് ഈ ജയിലിൽ. കൊള്ളയും കൊലപാതകവും കാവട്യവും നടത്തി ജനങ്ങൾക്ക് പേടി സ്വപ്നമായി മാറിയ മാഫിയ രാജാക്കന്മാരുണ്ട് ഈ ജയിലുകളിൽ. മഹാത്മാവേ, വരൂ വരൂ മഹാത്മാവേ, ഞാൻ അവരെ എല്ലാവരെയും കാണിച്ചു തരാം. അങ്ങ് വന്നേക്കൂ, വരൂ. വേണ്ട, എനിക്ക് കാണണ്ട. ഈ ജയിലറുകൾ എനിക്ക് കാണണ്ട. 6 ദശാബ്ദത്തിന് ശേഷമുള്ള സ്വതന്ത്ര ഭാരതത്തെ തൊട്ടറിയാൻ എനിക്ക് ഈ കേട്ടറിവ് മാത്രമേ. ഇത് കേട്ടിട്ട് എന്റെ നെഞ്ച് പിളരുന്നത് പോലെ. ഇതാണോ ഞാൻ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതം? 10,000-കണക്കിന് ധീരദേശാഭിമാനികൾ
രാജാക്കന്മാർക്ക് ജീവൻ വെടിഞ്ഞ് നേടിത്തന്ന സ്വാതന്ത്ര്യം ഇത്തരത്തിൽ ഹനിക്കപ്പെടുവാനുള്ളതാണോ? വയ്യ. ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഭാരത സന്ദർശനം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു പോകും. ഭാരതത്തിലെ ജയിലറകൾ ശൂന്യമാക്കപ്പെടുന്ന കാലം, അഴിമതിയും അക്രമവും ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്ന കാലം, മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലത്ത് അന്ന് ഞാൻ കേട്ടുപോയി എന്റെ സ്വതന്ത്ര ഭാരതത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടകരെ അനുഭവിച്ചു. Thank you.